ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എൻ്റേത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ട്രാവൽ ആൻഡ് ഗ്രോ എന്ന് പറയുന്ന നമ്മുടെ ഒരു പാഷനേറ്റ് സംരംഭമുണ്ട്. അതായത് ലോകം നമുക്ക് തന്നെ കറങ്ങാനും മറ്റുള്ളവരെ ലോകം കാണിക്കാനും അവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനും യാത്ര ചെയ്യാനും ജീവിക്കാനും ഇൻസ്പയർ ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ട്രാവൽ ആൻഡ് ഗ്രോ. അതിൻ്റെ കീഴിൽ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ട്രിപ്പാണ് നമ്മളെ കൈപിടിച്ച് ലോകം കാണിച്ചവർ, അതല്ലെങ്കിൽ നമ്മൾ ലോകം കാണാൻ വേണ്ടിയിട്ട് അവർ ലോകം കാണാതെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ പാരൻസ്, അവരെയും കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ മലേഷ്യയിലേക്ക് ഒരു യാത്ര പോയി. അതിലേറ്റവും രസം, ഞങ്ങൾ 10-40 പേരുണ്ടായിരുന്നു. അതിൽ ബഹുഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്തിരുന്നത്. അത് തന്നെ അവർ കുട്ടികളെ വിളിച്ചേടാ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു അതിൻ്റെ സെൽഫിയൊക്കെ ഇടുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു. ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ആദ്യമായിട്ട് അവർ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ കൂടെ അവർ മലേഷ്യയിൽ കുലാലംപൂരിൽ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ നടന്ന് കണ്ടു. അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ അവർ വഴക്ക് കൂടി. അതുപോലെ ഐസ്ക്രീം കാണുമ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, പഞ്ഞിമിഠായി കാണുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു 6 വയസ്സുകാരിയായ അല്ലെങ്കിൽ 4 വയസ്സുകാരനായ ഹംദാനും ഫാത്തിമയ്ക്കും ഉണ്ടാകുന്ന എല്ലാ വികൃതികളും എല്ലാ കുസൃതികളും അടങ്ങുന്ന കുറേ 50-60 വയസ്സായ ഉമ്മമാരും അച്ഛന്മാരും അമ്മമാരും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ട്രാവൽ ആൻഡ് ഗ്രോ എന്ന് പറയുന്ന ഒരു ബിസിനസ് സംരംഭത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു പാഷനേറ്റ് സംരംഭമാണ്. അതിൽ നമ്മൾ ഹണിമൂൺ അറ്റ് 40s, അതുപോലെ ഇതുപോലുള്ള പാരൻസുമായിട്ടുള്ള ട്രിപ്പ്, അതുപോലെ തന്നെ വുമൻസ് ഓൺലി ട്രിപ്പുകൾ, കസിൻസ് ഓൺലി ട്രിപ്പുകൾ, മദേഴ്സ് ഓൺലി ട്രിപ്പുകൾ, പാരൻസ് ഓൺലി ട്രിപ്പുകൾ. അപ്പം എല്ലാവരുടെയും ലോകം കാണിക്കുക, എല്ലാവരുടെയും സത്യത്തിൽ പാരൻസിൻ്റെ പ്രത്യേകത അവരൊന്നും ജീവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ആരൊക്കെയോ ആയി, നമ്മൾ ഗൾഫിലൊക്കെ എത്തി, നമ്മൾ വലിയ ആരൊക്കെ ആയി. നമ്മളെ ഇത്രയും വലിയ മനുഷ്യന്മാരാക്കാൻ വേണ്ടിയിട്ട് അവർ മണ്ണും വെയിലും കല്ലും പുല്ലും മുള്ളും കൊണ്ട് അവർ ഉണങ്ങുകയായിരുന്നു ശരിക്കും. അപ്പോൾ അവർ കൊണ്ട ഒരുപാട് വെയിലിൻ്റെയും അവരനുഭവിച്ച ഒരുപാട് വേദനയുടെയും ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഈ ഒരു AC റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഒരു ജീവിതം ഒരുപക്ഷെ നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞോളന്നല്ല. ഒരു പക്ഷേ ഇനി കൊണ്ടുപോയാൽ തന്നെ നമ്മളുടെ മൊബൈലിലും നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ കുട്ടികളിലും ബിസി ആയിരിക്കും, അവർക്കൊരിടം കിട്ടാറില്ല. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം, ഈ ഉപ്പമാർക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. കുറേ സങ്കടങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു, മകനോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അവനോട് പറയണട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവർ സമാന ദുഃഖിതരായിട്ടുള്ള അല്ലെങ്കിൽ സമാന മനസ്കരായിട്ടുള്ള 10-40 ആളുകൾ കൂടിയപ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് പുഞ്ചിരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ പരസ്പരം അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും പിന്നെ യാത്ര പോലും അവർ വിരുന്ന് പോലൊക്കെ ആയിട്ട് അവരൊരു കമ്പനിയായി. അത് ആ ജീവിതത്തിൻ്റെ വലിയ ഒരു ഒറ്റപ്പെടലിൽ അവർക്ക് എന്തൊക്കെയോ കിട്ടിയ മാതിരിയായി ആ ഒരു ട്രിപ്പിന് ശേഷം. അപ്പം ജീവിതത്തിൽ നമുക്ക് കുറേ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. കഴിഞ്ഞ വർഷം പലതും ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിങ്ങും ചെയ്തിട്ടുണ്ട്, പല ട്രാവലിങ്ങും ചെയ്തിട്ടുണ്ട്, 10-20ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് മനസ്സിന് എന്നും ഓർമ്മിക്കാനുള്ള ഏറ്റവും ഭംഗിയുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പാരൻസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഡോക്ടറും നഴ്സും കെയർ ടേക്കറും എല്ലാവരും കൂടി ഒരുമിച്ച് അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയ ആ ഒരു ട്രിപ്പായിരുന്നു. അതിപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് അങ്ങനത്തെ ഒരു ട്രിപ്പും കൊണ്ട് എൻ്റെ ഉമ്മയും ഉപ്പയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. അത് കുറേ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. കാരണം അത്രയും പ്രായമായ ആളുകൾ, അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഈ വർഷം നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഒരു 40 ഗ്രൂപ്പ് എടുത്തിട്ട് അതിൽ ഡോക്ടർ വേണം, നഴ്സ് വേണം, കെയർ ടേക്കർ വേണം. കാരണം വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്രയും ആളുകളെ കൊണ്ടുപോരുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു ഭാഗത്തും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു ഭാഗത്തും വെച്ച് നോക്കുമ്പോൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്
നമ്മളൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിരുന്നു ഈ ട്രിപ്പ് ചെയ്തത് കേട്ടോ. വളരെ വളരെ എക്കോണമിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഈ ട്രിപ്പ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അതിൻ്റെ പെയിൻ എത്ര എടുത്താലും നമുക്ക് ആ ഗ്രാറ്റിഫിക്കേഷനെ മാച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ പാരൻസിനെയും കൊണ്ട് മലേഷ്യ തിരഞ്ഞെടുക്കാൻ കാരണം ടിക്കറ്റ് പൊതുവെ ചീപ്പറായിരിക്കും, പാക്കേജ് പൊതുവെ ചീപ്പറായിരിക്കും. അതുകൊണ്ടാണ്. ബാക്കിയുള്ള ഏത് രാജ്യത്ത് പോകുമ്പോഴും നമുക്ക് എക്സ്പെൻസ് കൂടുന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഒരു ട്രിപ്പ് കൂടി പാരൻസിൻ്റെ കൂടെ നമ്മൾ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവരോടും പറയാറുള്ളത് തന്നെയാണ്, യാത്രയിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ആ ഒരു സത്യത്തിൽ നമ്മൾ പറയാറുണ്ട്, നമ്മളിൽ കരുണ ഉണരണമെങ്കിൽ, നമ്മളുള്ള നല്ല മനുഷ്യൻ ഉണരണമെങ്കിൽ, നമ്മളുള്ള നല്ല വ്യക്തിത്വം ഉണരണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, നമ്മൾ ചെറിയ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കണം. രണ്ട്, നമ്മൾ മുതിർന്ന ആളുകളുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കണം. ഇത് നിങ്ങളൊന്ന് ചിലവഴിച്ച് നോക്കൂ. നമ്മളിലുള്ള ഒരു നല്ല വ്യക്തി, ഒരു കരുണയുള്ള വ്യക്തി, ഏറ്റവും ബെസ്റ്റ് വ്യക്തി മെല്ലെ മെല്ലെ ഉണർന്നു വരുമെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ട്രിപ്പ് പോയി വരട്ടെ, എന്നിട്ട് അനുഭവങ്ങളൊക്കെ വീണ്ടും പങ്കുവെക്കാം. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.